മൂവാറ്റുപുഴയിൽ ലഹരി സംഘങ്ങൾ സജീവമാകുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വ്യാപകമായി കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നത്. ജോലിക്കെത്തുന്ന ഒരു വിഭാഗം അന്തർ സംസ്ഥാന തൊഴിലാളികളാണ് കിലോ കണക്കിന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ മൂവാറ്റുപുഴയിൽ വിറ്റഴിക്കുന്നത്. മൂവാറ്റുപുഴയിൽ ലഹരി സംഘങ്ങൾ സജീവമാകുകയാണ്. ഒഡീഷ, ബംഗാൾ, അസം എന്നിവിടങ്ങളിൽ നിന്നാണ് വ്യാപകമായി കഞ്ചാവ് എത്തുന്നത്. ജോലിക്കെത്തുന്ന ഒരു വിഭാഗം അന്തർ സംസ്ഥാന തൊഴിലാളികളാണ് കഞ്ചാവ് കടത്തിന് പിന്നിൽ. കിലോയ്ക്ക് 1000 രൂപയ്ക്ക് എത്തിക്കുന്ന കഞ്ചാവ് മൂവാറ്റുപുഴയിലെത്തിച്ച് 25,000 മുതൽ 30,000 വരെ രൂപയ്ക്കാണ് വിൽക്കുന്നത്. നാട്ടിൽ പോയി മടങ്ങിയെത്തുമ്പോൾ വലിയ അളവിൽ കഞ്ചാവ് ഇവർ കൊണ്ടുവരികയാണ്. ഇവിടെ എത്തിച്ച് മൊത്തമായി വിൽപ്പന നടത്തുന്നുണ്ട്. ചില്ലർ വിൽപ്പനയും നടത്തുന്നുണ്ട്. ചില ദിവസങ്ങളിൽ പേരിന് മാത്രമാണ് ഇവർ ജോലിക്കിറങ്ങുന്നത്. ബാക്കി സമയം കഞ്ചാവ് വിൽപ്പനയിലാണ് ശ്രദ്ധ. കൊണ്ടുവന്ന കഞ്ചാവ് വിൽപ്പന നടത്തിയാൽ നാട്ടിലേക്ക് മടങ്ങി കഞ്ചാവുമായി തിരികെ എത്തും. കഴിഞ്ഞ 1 മാസത്തിനിടെ 6 പേരെയാണ് കഞ്ചാവുമായി പിടികൂടിയത്. 2 ദിവസം മുമ്പ് കാവുങ്കരയിൽ നിന്ന് 1.25 കിലോ കഞ്ചാവുമായി 3 പേരെ പിടികൂടിയിരുന്നു. ഇവർ മറ്റു ജോലികൾക്ക് പോകാതെ കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരാണെന്നാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. നഗരത്തിന് പുറമെ അന്തർ സംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ള പ്രദേശങ്ങളിലും ലഹരി വിൽപ്പനക്കാർ തമ്പടിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. ഇതുമൂലം അധികൃതർക്ക് വിവരം ലഭിക്കാറില്ല. ഇത് ലഹരി സംഘങ്ങൾക്ക് ഗുണകരമാണ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.